എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കർക്കിടക വാവ് കഴിയും വരെ ഈ 3 തെറ്റുകൾ ചെയ്യല്ലേ, വലിയ ദോഷം ഫലം. ഇതാണല്ലോ നമ്മുടെ ഹെഡിങ് ആയിരുന്നത്, അല്ലെങ്കിൽ തമ്പനെയിലായിരുന്നത് അല്ലേ. എന്താണ് ഈ ദോഷങ്ങൾ, അല്ലെങ്കിൽ എന്ത് ദോഷമാണ് വരുന്നത്, എന്ത് തെറ്റാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ദയവേത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതേപോലെ തന്നെ കർക്കിടക വാവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് പറയുകയാണെങ്കിൽ, കമൻറ്റിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ഞാൻ ഈ കമൻറ്റ് കണ്ടത് ഞാൻ ഉടനെ തന്നെ ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. പിന്നെ ചിലവർ കർക്കിടക വാവ് 3-ാം തീയതിയാണെന്നും ചിലവർക്ക് 4-ാം തീയതി ആയിട്ടും എടുക്കുന്നുണ്ട്. പൊതുവേ കോമൺ ആയിട്ടുള്ളത് 3-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കർക്കിടക വാവ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളതും അന്ന് എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുള്ളവർ ഇത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്തൊക്കെയാണ് 3 തെറ്റുകൾ ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് വേസ്റ്റ് ആക്കരുത്. അറ്റ്ലീസ്റ്റ് എന്നും ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം അന്നദാതാവ് അല്ലെങ്കിൽ അന്നപൂർണേശ്വരി ദേവി കനിഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം, അല്ലെങ്കിൽ 2 നേരത്തെ ഭക്ഷണം, 3 നേരത്തെ ഭക്ഷണം നമുക്ക് കിട്ടുന്നത് അല്ലേ. അതുപോലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. പക്ഷേ കർക്കിടക വാവ് കഴിയും വരെ എങ്കിലും ദയവുണ്ടായിട്ട് നമുക്ക് വെക്കുമ്പോൾ കുറച്ചൊക്കെ ബാക്കിയൊക്കെ വരും. അതെന്തായാലും സ്ത്രീകൾക്ക് അറിയുന്ന കാര്യമാണല്ലേ. വെച്ച് കഴിഞ്ഞാൽ അല്പമെങ്കിലൊക്കെ ബാക്കി വരും. അങ്ങനെ ബാക്കി വരുന്നത് നെക്സ്റ്റ് ഡേയിലേക്കോ അല്ലെങ്കിൽ രാത്രിക്ക് എടുത്ത് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതാക്കാതെ ഒന്ന് കളയാതിരിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് മൃഗങ്ങൾക്കെങ്കിലും കൊടുക്കുന്നതും തെറ്റില്ല. പൂച്ചകൾക്കോ അല്ലെങ്കിൽ പട്ടികൾക്കോ അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് കൊടുത്താലും കൂടെ തെറ്റില്ല. അല്ലാതെ വെറുതെ കൊട്ടിക്കളയരുത്. ആർക്കെങ്കിലും ഒന്നുകിൽ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് പിന്നത്തേക്ക് രാത്രിക്കോ മറ്റോ കഴിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് വല്ലൊരു ദാരിദ്ര്യമായിരിക്കും ഫലമായിട്ട് വരുന്നത്. അടുത്ത 2-ാമത്തെ തെറ്റ് എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ കുന്നുകൂട്ടി ഇടരുത്. അതായത് നമ്മൾ അലക്കാനുള്ള വസ്ത്രങ്ങൾ, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അലക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ മെല്ലെ മെല്ലെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലവരൊക്കെ അലക്കുന്നുണ്ടാവുക അല്ലേ. ചിലവരൊക്കെ അന്നന്ന് കഴുകുന്നവരും ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് തിരക്കാണെങ്കിലും അന്നന്നത്തെ തുണി നമ്മൾ അന്നന്ന് കഴുകുന്നതായിരിക്കും. അങ്ങനെ എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവം ഇല്ല. പക്ഷെ അങ്ങനെ ഉള്ളവർ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽക്ക് കർക്കിടക വാവ് കഴിയുന്നവരെ എങ്കിലും അറ്റ്ലീസ്റ്റ് ഒരാഴ്ച, ഒരു 10 ദിവസത്തേക്കെങ്കിലും തുണികൾ അങ്ങനെ കൂട്ടിയിടാതിരിക്കുക. എന്ത് ബുദ്ധിമുട്ടിയാലും ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് നനച്ച് ഉണക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണല്ലോ അല്ലേ. അതായത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വിഴുപ്പ് എന്നൊക്കെ പറയില്ലേ, ആ തുണികൾ ഒരു സ്ഥലത്ത് കൂട്ടിയിടാതെ അല്ലെങ്കിൽ അതങ്ങനെ വെറുതെ വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദോഷം എന്ന് വെച്ചാൽ, നമ്മൾ കർക്കിടക വാവൊക്കെ എടുക്കുമ്പോൾ പിതൃക്കളുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടാവുമെന്നാണ് പറയുക. ഇത് കാണുമ്പോൾ അവർ വരില്ല, നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടില്ല എന്നാണ് വിശ്വാസം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. 3-ാമതായിട്ടുള്ളത് കാക്കകൾ എപ്പോഴും എല്ലാ സ്ഥലത്തും വരുന്നൊരു പക്ഷിയാണ്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, കാക്കകളും നമ്മുടെ വാവുബലി അല്ലെങ്കിൽ അതൊക്കെ ചെയ്യുന്നപ്പോൾ കാക്കകൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ കാക്കകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അതിനെ ആട്ടിപ്പായിക്കല്ലേ. ഇപ്പോൾ എല്ലാ ദിവസവും വീട്ടിൽ കാക്കകൾക്ക് ഫുഡ് കൊടുക്കുന്നവർ, ചോറ് കൊടുക്കുന്നവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവർ. അപ്പം അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ആട്ടിപ്പായിക്കാനുള്ള സാധ്യതയില്ല. അല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ കാക്ക വന്നു എന്ന് കരുതിയിട്ട് അപ്പം തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യല്ലേ. ഇത് ചിലപ്പോൾ പിതൃക്കളുടെ സാന്നിധ്യം അറിയിക്കാനായിരിക്കും കാക്കകൾ ചിലപ്പോൾ കൂട്ടത്തോടെ കാക്കകൾ വരുന്നതും അതേപോലെ തന്നെ ഒരു കാക്ക എപ്പോഴും ഒരേ സമയത്തിന് വന്നിരിക്കുന്നതും ഒക്കെ പിതൃക്കളുടെ സാന്നിധ്യം അറിയിക്കാനും ആയിരിക്കാം. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാക്കകൾ, അത് അവരുടെ ദോഷം, കാരണം എന്നും നമുക്ക് അവരുടെ അനുഗ്രഹമാണല്ലോ വേണ്ടത്. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന കാക്കകളെ ദയവ് ചെയ്ത് ഓടിച്ചു വിടാതിരിക്കൂ. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു തെറ്റില്ലാതെയൊക്കെ നോക്കണം, ദോഷമൊന്നും വരാതിരിക്കണം. പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് നിങ്ങളുടെ സംശയം ചോദിക്കാം. അപ്പോൾ ബൈ.